ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നൊരു വണ്ടർഫുൾ ദിവസമാണ്. നമ്മളിവിടെ എൻ്റെ പേര് നാരായണൻകുട്ടി എന്നാണ്. ഞാൻ ആലുവ സേവാഭാരതിയുടെ പ്രസിഡൻ്റാണ്. നമ്മളിവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോജക്റ്റിലാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്നത് കുറേ സന്മനസ്സുകളുടെ സഹായം കൊണ്ടാണ്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വന്നിരിക്കുന്നത് മോഹൻദാസ് സാറാണ്. അദ്ദേഹം ആലുവയിലത്തെ വളരെ ഫേമസ് ബാലൻ കമ്പനിയുടെ ഫേമസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ 2ാമത്തെ ശ്രാദ്ധദിനമാണ്. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. സാറ് ഇടയ്ക്കിടയ്ക്ക് സാറ് ഇതിൻ്റെ ഒരു മിക്കവാറും സമയങ്ങളിൽ വരുന്ന ആളാണ്. എന്നാലും സാറിനോട് ഞാൻ സാറിൻ്റെ അഭിപ്രായം ചോദിക്കണം. സാർ ഇത് കണ്ടിന്യൂസ് നടക്കുന്നതിന് സാറിൻ്റെ അഭിപ്രായം എന്താ? ഈ പ്രഭാത ഭക്ഷണത്തിന് തുടങ്ങിയ സമയത്ത് തന്നെ ഇത് നിരന്തരം ഒരു ദിവസം പോലും തെറ്റാതെ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതൊരു വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ സുമനസ്സുകളുടെ ആ ഒരു സഹായവും സഹകരണം കൊണ്ട് നമുക്ക് ഇത് അനുസൂതം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഇതിനെ അനുസൂതമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ. ഇതിൻ്റെ പിന്നിലൊരു സംഗതിയുണ്ട്. കാരണം ശ്രീ PV മേനോൻ സേവാഭാരതിയുടെയൊക്കെ അന്തർദേശീയ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ 84ാം ജന്മദിനത്തോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു 84,000 റുപ്പീസ് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സംഗതിയാണ് ഈ പ്രസ്ഥാനം. അതിനുശേഷം ധാരാളം സഹായങ്ങൾ നമുക്ക് പല കമ്പനികളിൽ നിന്നായാലും വ്യക്തികളിൽ നിന്നായാലും നമുക്ക് ലഭിച്ചു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആ സഹകരണത്തോടെ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിനു വേണ്ടി ശരിക്കും പ്രവർത്തിക്കുന്ന ശ്രീ നാരായണൻ പോറ്റിക്കും അതെ ശ്രീ നാരായണൻ പോറ്റിക്കും സെന്തിലിനും ഷിജുവിനും അശ്വതിക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഈ ഹോസ്പിറ്റൽ പ്രോജക്റ്റിലേക്ക് ഈ പ്രഭാത ഭക്ഷണ പ്രോജക്റ്റിലേക്ക് സഹകരിക്കുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് തീർക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കൂടെ സെന്തിൽജി ഉണ്ട്, അശ്വതി ഉണ്ട്, ഷിജു ഉണ്ട്. ഇപ്പം മോഹൻദാസ് സാറിനും ഫാമിലിക്കും എല്ലായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓം ശാന്തി.